Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone, welcome back to the video tutorial. In the last video, we dealt a new lesson, the scholarship jacket. We said about the author, the major character, Martha is studying in a school on 8th standard. And she was expecting an award for outstanding student, and the award is a jacket, and that was the dream of Martha. But she heard a conversation between two teachers and she understood some kind of a scam is going on. In the name of jacket, principal asked her to pay $15 for the award. She went home with sadness. These are the things we said on the last class. So let's move to the next paragraph. The 10th paragraph. I went outside and looked out at the fields. ഞാൻ പുറത്തേക്ക് പോയിട്ട് അവിടെയുള്ള ബീൻസ് പാടത്തിലേക്ക് ഞാനിങ്ങനെ നോക്കി. There he was. അങ്ങ് ദൂരെയായി മുത്തശ്ശനെ കണ്ടു. I could see him walking between the rows. അപ്പോൾ അവിടേക്ക് നോക്കിയപ്പോൾ മുത്തശ്ശൻ ആ ബീൻസ് പാടത്തിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ ആ ബീൻസ് ചെടികളുടെ ഇടയിലൂടെ നിരകളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഹിസ് ബോഡി ബെൻറ്റ് ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ് ഹോ ഇൻ ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തൂമ്പയുണ്ടായിരുന്നു, ഒരു കൈക്കോട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആ ബീൻസ് ചെടികളെ ഇങ്ങനെ കുനിഞ്ഞ് നോക്കുന്നുമുണ്ടായിരുന്നു. ഐ വോക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം. ഞാൻ വളരെ പതുക്കെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നടന്നു. ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ മണി. അങ്ങനെ ആ നടത്തത്തിൻ്റെ ഇടയിൽ മാർത്ത ചിന്തിച്ചത് എങ്ങനെയാണ് മുത്തശ്ശനോട് പണം ചോദിക്കുക, ഏറ്റവും നല്ല രീതിയിൽ മുത്തശ്ശനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പണം എങ്ങനെ നേടിയെടുക്കാമെന്നതിനെക്കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചത്. There was a cool breeze blowing and the sweet smell of mesquite fruit in the air. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ വളരെ നല്ല ഒരു മന്ദമാരുതൻ വന്നു, ഒരു കാറ്റ് വീശി. അതോടൊപ്പം മെസ്കിറ്റോ എന്ന് പറയുന്ന ഒരു പഴത്തിൻ്റെ മണവും അതിൻ്റെ കൂടെ തന്നെ വന്നു, ആ കാറ്റിൻ്റെ കൂടെ തന്നെ. ബട്ട് ഐ ഡിഡൻറ്റ് അപ്രിഷ്യേറ്റ് ഇറ്റ്. പക്ഷേ ആ ഒരു കാറ്റിനെ എൻജോയ് ചെയ്യാനോ അതുമല്ലെങ്കിൽ അതിൻ്റെ കൂടെ വന്ന ആ മനോഹരമായ ആ മണത്തെ എൻജോയ് ചെയ്യാനൊന്നും മാർത്തയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം മാർത്തയുടെ ഉള്ളിൽ അപ്പോഴും ആ സ്കോളർഷിപ്പ് ജാക്കറ്റും അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. ഐ കിക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഞാൻ അവിടെ കണ്ട ഒരു മൺകട്ട തൊഴിച്ചു. ക്ലോഡ് എന്ന് പറഞ്ഞാൽ മൺകട്ട. ആ മൺകട്ട ഞാൻ തൊഴിച്ചുടച്ചു. ഐ വോണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. എനിക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിർബന്ധമായും വേണം. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ വാലഡിക്ടോറിയൻ ആൻഡ് ഗിവിങ് എ ലിറ്റിൽ താങ്ക് യു സ്പീച്ച് ഫോർ ദ ജാക്കറ്റ് ഓൺ ഗ്രാജുവേഷൻ നൈറ്റ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഉന്നത വിദ്യാർത്ഥിക്ക് നൽകപ്പെടുന്ന ഒരു പുരസ്കാരം എന്നതിനപ്പുറം, അതുമല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവേഷൻ നടക്കുന്ന ദിവസം രാത്രിയിൽ നടത്തുന്ന ആ ഒരു ചടങ്ങിന് ഒരു താങ്ക് യു സ്പീച്ച് നടത്തുക എന്നതിനപ്പുറത്തേക്ക് അത് അവളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന തോന്നൽ കൊണ്ടാണ് മാർത്ത അങ്ങനെ വിചാരിച്ചത്. ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അവൾ പറയുന്നത് അല്ലെങ്കിൽ അവൾക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിർബന്ധമായും കിട്ടണമെന്ന് വാശി പിടിക്കാനുള്ള കാരണം 8 വർഷത്തെ മാർത്തയുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് നിർബന്ധമായും കിട്ടണമെന്നൊരാഗ്രഹം ഉള്ളിലുണ്ടായി. അതല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുവാനോ താനൊരു ഉന്നത നിലവാരമുള്ള വിദ്യാർത്ഥിനിയാണെന്ന് കാണിക്കുവാനോ അതോടൊപ്പം തന്നെ ഒരു സ്പീച്ച് പറയാനോ ഉള്ള ആഗ്രഹം കൊണ്ടായിരുന്നില്ല അവൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണമെന്ന വാശി ഉള്ളിലുണ്ടായത്. ഐ ന്യൂ ഐ ഹാഡ് ടു ബി ഓണസ്റ്റ് വിത്ത് ഗ്രാൻഡ് പാ. എനിക്കറിയാമായിരുന്നു ഞാൻ ഗ്രാൻഡ് പേ അല്ലെങ്കിൽ മുത്തശ്ശനുമായിട്ട് കുറച്ചുകൂടി സത്യസന്ധമായി മുത്തശ്ശനോട് ഇടപെടണമെന്ന് എനിക്കറിയാമായിരുന്നു. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. ഇതെൻ്റെ അവസാനത്തെ ഒരു അവസരമാണ്. ഹീ സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. അപ്പോൾ താഴേക്ക് നോക്കി നിന്ന മുത്തശ്ശൻ അവിടെ മാർത്തയുടെ ആ ഒരു നിഴല് കാണുകയും അതിനുശേഷം അവളെ നേരെ നോക്കുകയും ചെയ്തു. ഹീ വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. അദ്ദേഹം അങ്ങനെ ഞാൻ സംസാരിക്കുന്നതും കാത്തുനിന്നു. I cleared my throat nervously and clasped my hands behind my back so he wouldn't see them shaking. അങ്ങനെ ഞാൻ കുറച്ച് ടെൻഷനോടുകൂടി നെർവസ് ആയിക്കൊണ്ട് ഞാൻ എൻ്റെ കൈകളൊക്കെ ബലമായി പിടിച്ചുകൊണ്ട് എൻ്റെ ആ കൈകളെ ഞാൻ പുറകിലാണ് പിടിച്ചത്. കാരണം ആ കൈകൾ വിറയ്ക്കുന്നത് അദ്ദേഹം കാണാതിരിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ഞാൻ പതിയെ പറഞ്ഞു തുടങ്ങി, ഗ്രാൻഡ് പാ ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. എനിക്ക് നിങ്ങളോട് മുത്തശ്ശ, എനിക്ക് നിങ്ങളോടൊരു വലിയ ഒരു സഹായം ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. അത് പറഞ്ഞത് സ്പാനിഷ് ഭാഷയിലായിരുന്നു. കാരണം മുത്തശ്ശനാകെ അറിയാവുന്നത് സ്പാനിഷ് ഭാഷയായിരുന്നു.
ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. നിശബ്ദമായി തന്നെ അദ്ദേഹം കാത്തുനിന്നു ഞാൻ സംസാരിക്കുന്നത്. ഐ ട്രൈഡ് അഗെയിൻ. ഞാൻ വീണ്ടും പറഞ്ഞു. ഗ്രാൻഡ്പ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. എന്നിട്ട് പതിയെ കാര്യത്തിലേക്ക് വന്നു. മുത്തശ്ശ, ഈ വർഷം പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം, സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് $15. അതിന് ഏകദേശം $15 നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. നാളെ തന്നെ ആ പണം കൊടുക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സമൺ എൽസ്. അല്ലെങ്കിൽ അവസാനം അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റാർക്കെങ്കിലും നൽകപ്പെടും. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ ഈഗർ റഷ്. വളരെ വേഗത്തിലായിരുന്നു അവസാനത്തെ ആ വാക്കുകൾ മാർത്ത പറഞ്ഞു തീർത്തത്. ഗ്രാൻഡ്പ സ്ട്രെയിറ്റൻഡ് അപ്പ് ടയേർഡ്ലി ആൻഡ് leaned his chin on the hoe handle. അപ്പോൾ അതുവരെ കുനിഞ്ഞു നിന്നുകൊണ്ടിരുന്ന മുത്തശ്ശൻ ഒന്ന് എഴുന്നേറ്റ് നേരെ നിന്നു. അതിനുശേഷം അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ടയേർഡായിരുന്നു, ക്ഷീണിതനായിരുന്നു. അദ്ദേഹം തൻ്റെ ആ ഒരു ചിൻ അല്ലെങ്കിൽ ആ ഒരു താടി അദ്ദേഹം ആ ഒരു കൈക്കോട്ടിൻ്റെ പിടിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് നിന്നു. He looked out over the field that was filled with tiny green bean plants. എന്നിട്ട് അദ്ദേഹം ചെറിയ ആ ഒരു ബീൻസ് പ്ലാന്റുകൾ ഇങ്ങനെ നിൽക്കുന്ന ആ പാടത്തേക്ക് ഇങ്ങനെ നോക്കി. I waited. ഞാൻ കാത്തുനിന്നു. Desperately hoping he would say I could have the money. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയ തന്നെയാണ് അവിടെ നമ്മളുടെ മാർത്ത കാത്തുനിന്നത്. എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. He turned to me and asked quietly. എന്നിട്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് മാർത്തയോടിങ്ങനെ ചോദിച്ചു, വാട്ട് ഡസ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ന ഒരു ചോദ്യമായിരുന്നു മുത്തശ്ശൻ ചോദിച്ചത്. ഐ ആൻസേർഡ് ക്വിക്ക്ലി. ഞാൻ വളരെ വേഗം തന്നെ ചാടിക്കേറി ഉത്തരം പറഞ്ഞു. മേ ബി ദേ വാസ് എ ചാൻസ്. ഇറ്റ് മീൻസ് യു ഹാവ് ഏൺഡ് ഇറ്റ് ബൈ ഹാവിങ് ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ഗിവിങ് ഇറ്റ് ടു യു. അപ്പോൾ ചാടിക്കേറി പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, 8 വർഷം വളരെ നല്ല മാർക്ക് വാങ്ങി നല്ല ഗ്രേഡുകൾ വാങ്ങി മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകാർ തരുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു ചാൻസ് എടുക്കലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം പറയുന്നതിലൂടെ ചിലപ്പോൾ പണം കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു മാർത്ത അങ്ങനെ ഒരു ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞത്. ടു ലേറ്റ്. പക്ഷേ വളരെ വൈകിപ്പോയിരുന്നു. ഐ റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്. എൻ്റെ വാക്കുകളുടെ അർത്ഥം, അതിൻ്റെ ധ്വനി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു, അതായത് ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന ഒരു അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അധ്വാനത്തിൻ്റെ ഫലമാണ്, പണം കൊടുത്ത് കിട്ടേണ്ട ഒന്നല്ല. ആ ഒരു അർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും മാർത്ത അത് മനസ്സിലാക്കിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയിരുന്നു. ഗ്രാൻഡ്പ ന്യൂ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി. മുത്തശ്ശൻ അറിയാമായിരുന്നു, അല്ലെങ്കിൽ മുത്തശ്ശൻ മനസ്സിലാക്കി, അതായത് എനിക്കത് മനസ്സിലായി, ഇത് പണം കൊടുത്തു വാങ്ങേണ്ട ഒന്നല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് മുത്തശ്ശനും തിരിച്ചറിഞ്ഞു. ഇറ്റ് വാസൻ ദാറ്റ് ഹി വെൻറ്റ് ബാക്ക് ടു ദ ഹോയിങ് ദ വീഡ്സ് ദാറ്റ് സ്പ്രാങ് അപ്പ് ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്. അങ്ങനെ അത് മനസ്സിലായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ തൻ്റെ ജോലി തുടർന്നു. അവിടെ ആ ഒരു ബീൻസ് ചെടികൾക്കിടയിൽ നിന്നുകൊണ്ടിരുന്ന കളകൾ പറിക്കുന്ന ജോലി അദ്ദേഹം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് ജോബ്. ആ കളകൾ പറിക്കുക എന്ന് പറയുന്നത് ധാരാളം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു. ടൈം കൺസ്യൂമിങ് എന്ന് പറയുമ്പോൾ ധാരാളം സമയമെടുക്കുന്ന ഒരു ജോലിയായിരുന്നു. സംടൈംസ് ദ സ്മോൾ ഷൂട്ട്സ് വെയർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അപ്പോൾ ചില സമയങ്ങളിൽ ആ കളകൾക്കിടയിൽ ആ ബീൻസ് ചെടികളും ഉണ്ടായിരിക്കും. അപ്പോൾ മാറിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കളകൾക്ക് പകരം ആ ഒരു നല്ല പ്ലാന്റുകൾ കൂടി പറിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പറിച്ച് പോകും. അതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്ത് നല്ലവണ്ണം ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി ഹി സ്പോക്ക് അഗെയിൻ ആസ് ഐ ടേൺഡ് ടു ലീവ് ക്രൈയിങ്. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയ മാർത്ത, ആ സമയത്ത് മുത്തശ്ശൻ ഒരു കാര്യം പതിയെ പറഞ്ഞു. എന്താണ് മുത്തശ്ശൻ പറഞ്ഞത്? ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ്. ഇനി നീ പണം കൊടുക്കുകയാണെങ്കിൽ മാർത്ത, ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്ത, അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല. ഈസ് ഇറ്റ്? ശരിയല്ലേ എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു. ടെൽ യുവർ പ്രിൻസിപ്പൽ ഐ വിൽ നോട്ട് പേ ദ $15. നീ നിൻ്റെ പ്രിൻസിപ്പലിനോട് പറയണം, മുത്തശ്ശൻ ഞാൻ പണം തരാൻ $15 തരാൻ തയ്യാറല്ല എന്ന് നീ പോയി പറയണം.
അപ്പോൾ അവിടെ മുത്തശ്ശൻ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് അധ്വാനിച്ച് കിട്ടേണ്ട ഒരു അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്, അല്ലാതെ പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല. പണം കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് ഒരിക്കലും ഒരു അവാർഡായിട്ടോ സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ടോ കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. ഒരു കടയിൽ നിന്നും നാം ഒരു സാധനം വാങ്ങുന്നത് പോലെ ആയിരിക്കും എന്നാണ് അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. I walked back to the house and locked myself in the bathroom for a long time. ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അതിനുശേഷം ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി ഞാൻ വാതിലടച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. I was angry with grandfather even though I knew he was right. അങ്ങനെ എനിക്ക് ഇരുന്ന സമയത്ത് മുത്തശ്ശനോട് ദേഷ്യം തോന്നിയിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് അറിയാമെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ്. അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ ആ കമ്മിറ്റിയോടും ആ ബോർഡിനോടും എനിക്ക് ദേഷ്യം തോന്നി. ഹൂ എവർ ദേ വെയർ, ആ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനോടും എനിക്ക് ദേഷ്യം തോന്നി. വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ് ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്? എന്തിനാണ് അവർ അനാവശ്യമായിട്ട് ഈ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തിയത്? എൻ്റെ ഊഴം വന്ന സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആ ഒരു നിയമങ്ങളിൽ, സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ നിയമങ്ങളിൽ എന്തിനാണ് അവർ മാറ്റം വരുത്തിയത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് അവരോട് ദേഷ്യം തോന്നി. ദോസ് വെയർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ്. അങ്ങനെ ഈ 14 വയസ്സെന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രായമാണ്. അതോടൊപ്പം തന്നെ ധാരാളം വിശ്വാസങ്ങളും നിലനിർത്തുന്ന ഒരു പ്രായമാണല്ലോ. അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മുത്തശ്ശനോടും ബോർഡ് കമ്മിറ്റിയോടുമൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയത്. ഇറ്റ് വാസ് എ വെരി സാഡ് ആൻഡ് വിത്ഡ്രോൺ ഗേൾ ഹു ഡ്രാഗ്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ദ നെക്സ്റ്റ് ഡേ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് ഒരിക്കൽ കൂടി പോയി. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ആ മുഖത്ത് ഒരു പ്ലസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം വളരെ സങ്കടം അല്ലെങ്കിൽ വളരെ സാഡായിട്ടുള്ള, അതുപോലെ തന്നെ വിത്ഡ്രോൺ ഗേൾ, അതുപോലെ എല്ലാം മാനസികമായി തളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയെ പോലെയാണ് ഞാൻ അവിടേക്ക് ചെന്നത്. ആൻഡ് ഹു ഡ്രാഗ്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ്. ആരോ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്നെ ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദ ഐസ്. അപ്പോൾ ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ നേരെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് സംസാരിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എന്താണ് നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. ഐ സാറ്റ് വെരി സ്ട്രെയിറ്റ് ഇൻ മൈ ചെയർ. ഞാൻ അവിടെയുള്ള കസേരയിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് ബോണൊക്കെ നിവർത്തി തന്നെ അവിടെ ഇരുന്നു. ഹി സെഡ് ടു ടെൽ യു ഹി വോണ്ട് പേ ദ $15. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് $15 തരാൻ വേണ്ടി കഴിയില്ല, നിങ്ങൾക്ക് ആ $15 തരില്ല എന്ന് അദ്ദേഹം പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാർത്ത വളരെ കോൺഫിഡൻസോടുകൂടി, അല്ലെങ്കിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ആ ആത്മാഭിമാനം പണയം വെക്കാതെ അവൾ ആ ഒരു ഉത്തരം പ്രിൻസിപ്പലിന് നൽകി. The principal muttered something I couldn't understand under his breath and walked over to the window. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ, തരില്ല എന്ന വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ എന്തോ ഒന്ന് പിറുപിറുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്വാസത്തിൻ്റെ ഒച്ചയിൽ, അതുപോലെ തന്നെ അദ്ദേഹം ആ ജനാലക്കരികിലേക്ക് നടന്നതൊക്കെ കൊണ്ട് അവൾക്ക് അതെന്താണ് അദ്ദേഹം പിറുപിറുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. എന്തോ പുറത്തൊരു കാഴ്ച കാണുന്നത് പോലെ അദ്ദേഹം അങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നു. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. സാധാരണ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള ആ ഒരു ശാരീരിക ബലത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഉയരത്തേക്കാൾ കൂടുതലൊക്കെ അവൾക്ക് ആ സമയത്ത് അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നി. ഹി വാസ് എ ടോൾ ഗോൺ മാൻ വിത്ത് ഗ്രേ ഹെയർ ആൻഡ് ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്. അദ്ദേഹം ഒരു മെലിഞ്ഞ് അതുപോലെ തന്നെ നീളമുള്ള ഗ്രേ ഹെയറൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് തന്നെ നോക്കി അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മാർത്ത അവിടെ ഇരുന്നു. വൈ ഹി ഫൈനലി ആസ്ക്ഡ്. അങ്ങനെ അവസാനം പ്രിൻസിപ്പാൾ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട്? യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. നിൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ പണമുണ്ട്. ഹി ഓൺസ് 200 acre റാഞ്ച്. അദ്ദേഹത്തിന് 200 ഏക്കറോളം റാഞ്ച് എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി. അദ്ദേഹത്തിന് ഏകദേശം 200 ഏക്കറോളം കൃഷിഭൂമി ഉണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. ഞാൻ അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട്, അദ്ദേഹത്തിൻ്റെ ചോദ്യമൊക്കെ കേട്ട് ഞാൻ അവിടെ തന്നെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് മാർത്ത തൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. I know, sir. He said if I had to pay for it, then it wouldn't be a scholarship jacket.
എന്നിട്ട് നമ്മളുടെ മാർത്ത അതിനുള്ള മറുപടി നൽകി. മാർത്ത പറഞ്ഞു, എനിക്കറിയാം സാർ, പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് പണം നൽകി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഞാൻ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പോകാൻ വേണ്ടി തുടങ്ങി. ഐ ഗസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ടു ജോആൻ. എന്നിട്ട് അദ്ദേഹത്തിനോട്, പ്രിൻസിപ്പലിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോആന് കൊടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അവൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഐ ഹാഡിൻ മെൻറ്റ് ടു സേ ദാറ്റ്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പറയണമെന്ന്. ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. എൻ്റെ വായിൽ നിന്ന് അറിയാതെ അതങ്ങനെ വന്നതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് ടു ദ ഡോർ വെൻ ഹി സ്റ്റോപ്ഡ് മീ. മാർത്ത, വെയിറ്റ്. അങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് ആ വാതിലിൻ്റെ അടുത്തുവരെ എത്തി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. ആ സമയത്ത് അദ്ദേഹം ഒരിക്കൽ കൂടി പുറകിൽ നിന്ന് വിളിച്ച് മാർത്ത വെയിറ്റ്, മാർത്ത ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഐ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു നിൽപ്പിൽ തന്നെ ഒന്ന് തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. വെയിറ്റിംഗ്, കാത്തുനിന്നു. വാട്ട് ഡിഡ് ഹി വാണ്ട് നൗ? ഇനി എന്താണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത്? ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ്. എൻ്റെ നെഞ്ചിൻ്റെ മുകളിലായിട്ട് ആ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. എനിക്കൊരു കയ്പും അതുപോലെ തന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു ടേസ്റ്റുമൊക്കെ എൻ്റെ വായിൽ നിറയുന്നതായിട്ട് എനിക്ക് തോന്നി. വൈലെന്ന് പറഞ്ഞാൽ ബാഡ് ടേസ്റ്റാണ് വൈലെന്ന് പറയുന്നത്. ഐ വാസ് അഫ്രെയ്ഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. ഞാനൊന്ന് പേടിച്ചു പോയി. ഞാൻ രോഗിയാവുകയാണോ എന്ന്, എനിക്ക് അസുഖം പിടിക്കുകയാണോ എന്ന് ഞാനൊന്ന് പേടിച്ചു. ഐ ഡിഡിൻ നീഡ് എനി സിമ്പതി സ്പീച്ചസ്. എനിക്ക് ഒരിക്കലും ഒരു സഹതാപത്തിൻ്റെ വാക്കുകൾ ആവശ്യമില്ല. ഹി സൈഡ് ലൗഡ്ലി. അപ്പോൾ പ്രിൻസിപ്പൽ ഒന്ന് ഉച്ചത്തിൽ ദീർഘനിശ്വാസം വിട്ടു. ആൻഡ് വെൻ ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കസേരയിലേക്ക്, ആ ഒരു ഡെസ്കിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. ഹി വാച്ച്ഡ് മീ. എന്നെ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. ബിറ്റിംഗ് ഹിസ് ലിപ്പ്. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിങ്ങനെ ബൈറ്റ് ചെയ്തുകൊണ്ട്, കടിച്ചുകൊണ്ട്, ഓക്കെ വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. നിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇളവ് ഞാൻ വരുത്താമെന്ന് പറഞ്ഞു. ഐ വിൽ ടെൽ ദ ബോർഡ്. ഞാൻ സ്കൂളിൻ്റെ ബോർഡ് കമ്മിറ്റിയുമായിട്ട് സംസാരിക്കാം. യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. നിനക്ക് നിൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് തീർച്ചയായും ലഭിക്കും. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. എൻ്റെ ചെവികൾക്ക് ആ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാനായി കഴിഞ്ഞില്ല. ഐ സ്പോക്ക് ഇൻ എ ട്രെംബ്ലിംഗ് റഷ്. വിറച്ചുകൊണ്ട്, ആ ഒരു വിറയ്ക്കുന്ന അല്ലെങ്കിൽ വിറയാർന്ന ശബ്ദത്തോടുകൂടി മാർത്ത സംസാരിച്ചു. ഓ താങ്ക് യു സർ. വളരെ വേഗത്തിലാണ് സംസാരിച്ചത്. വളരെ വേഗത്തിൽ സംസാരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, വളരെ നന്ദിയുണ്ട് സാർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്രേറ്റ് ഫീലിംഗ് ഉണ്ടായി. ഐ ഡിഡിൻ നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്. ആ സമയങ്ങളിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. എൻ്റെ ഉള്ളിലൂടെ, എൻ്റെ ആ ഒരു രക്തധമനികളിലൂടെയൊക്കെ എന്തൊക്കെയോ പാസ് ചെയ്ത് പോകുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. എന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് പോലെ, ഒരു ആകാശം തൊടുന്ന അത്രയും ഹൈറ്റുള്ളതുപോലെ, ഉയരമുള്ളതുപോലെ എനിക്ക് തോന്നി. ഐ വാണ്ടഡ് ടു യെൽ. എനിക്ക് ഉച്ചത്തിൽ അലറി വിളിക്കണമെന്ന് തോന്നി. ജമ്പ്, ചാടണമെന്ന് തോന്നി. റൺ ആൻഡ് മൈൽ. റൺ ദ മൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. വളരെ അമ്പരപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് റൺ ദ മൈൽ എന്ന് പറയുന്ന ആ ഒരു ഇഡിയോമാറ്റിക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു റൂമിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കണമെന്ന് അവൾക്ക് തോന്നി. ഡു സംതിങ്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ചെയ്യണമെന്നും അവളുടെ ഉള്ളിൽ തോന്നി. കാരണം അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു പ്രിൻസിപ്പളിൽ നിന്നും അവൾക്ക് കേൾക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കേട്ടത്. കാരണം അതുവരെ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് കിട്ടില്ല എന്ന് കരുതിയിരുന്ന സമയത്താണ് പെട്ടെന്ന് ഓക്കെ അതിലൊരു മാറ്റമുണ്ടാക്കാമെന്നും നിനക്ക് തന്നെ അത് കിട്ടുമെന്നും അദ്ദേഹം അനൗൺസ് ചെയ്തത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്രയും ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരുന്നു മാർത്തയ്ക്ക് തോന്നിയത്. I ran out so I could cry in the hall where there was no one to see me. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അവൾ പോകാൻ തീരുമാനിച്ചത് ഹാളിലേക്കായിരുന്നു. കാരണം ആ ഹാളിൽ പോയി കഴിഞ്ഞാൽ, അവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, ഒച്ചത്തിൽ അലറി വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും കേൾക്കുവാനോ കാണുവാനോ കഴിയില്ല. At the end of the day, Mr. Smith winked at me and said.
അങ്ങനെ ആ ദിവസത്തിൻ്റെ അവസാനം അവളുടെ ടീച്ചറായിരുന്ന മിസ്റ്റർ സ്മിത്ത് അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഐ ഹിയർ യു ആർ ഗെറ്റിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. ഞാൻ കേട്ടല്ലോ നിനക്കാണ് ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്ന്. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെൻറ്റ് ആസ് എ ബേബീസ്. ആ നിമിഷം മാർത്തയ്ക്ക് ആ മിസ്റ്റർ സ്മിത്തിൻ്റെ മുഖം ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നി. വളരെ സന്തോഷം നിറഞ്ഞ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയുടെ മുഖം പോലെയായിട്ടാണ് അവൾക്ക് തോന്നിയത്. ബട്ട് ഐ ന്യൂ ബെറ്റർ. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമല്ലോ. വിത്തൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്യൂക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. പക്ഷേ ഉത്തരമൊന്നും പറയാതെ പെട്ടെന്ന് അദ്ദേഹത്തിനെ ഒന്ന് ഹഗ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ബസ്സിലേക്ക് വേഗം ഓടിക്കയറി. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം എഗെയിൻ. വീണ്ടും വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് നടന്നത്. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. ആദ്യം കരഞ്ഞത് സങ്കടം കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് കരയുന്നത് സന്തോഷം കൊണ്ടാണ്. ഐ കുഡിൻ വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ്പ ആൻഡ് റാൻ സ്ട്രെയിറ്റ് ടു ദ ഫീൽഡ്. അപ്പോൾ മുത്തശ്ശനോട് ഇത് പറയാതിരിക്കാൻ മാർത്തയ്ക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ പോയത് ആ പാടത്തേക്കായിരുന്നു. I joined him in the row where he was walking and without saying anything I crouched down and started pulling up the weeds with my hands. അപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ അവിടെ ജോലിയിൽ തന്നെയായിരുന്നു. നിരകളിലൂടെ നടന്ന് അവിടെയുള്ള കളകൾ പറിക്കുന്ന ആ ജോലി അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ ചെന്ന് മാർത്തയും ആ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി. Grandpa walked alongside me for a few minutes and he didn't ask what had happened. അദ്ദേഹവും മുത്തശ്ശനും അവളോടൊപ്പം തന്നെ അവളുടെ സൈഡ് ചേർന്ന് തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശൻ ഒരിക്കൽ പോലും എന്താണ് സംഭവിച്ചത് എന്ന് അവളോട് ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ് ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. അങ്ങനെ കുറച്ചു നേരം ആ കളകളൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ മാർത്ത അവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് മുത്തശ്ശനെ ഒന്ന് മുഖത്തേക്ക് നോക്കി. The principal said, he is making an exception for me, Grandpa, and I'm getting the jacket after all. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി മാർത്ത ഗ്രാൻഡ്പയോട് മുത്തശ്ശനോട് കാര്യം പറഞ്ഞു. പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം എനിക്ക് ഇളവ് നൽകാമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. എനിക്കത് ലഭിക്കുമെന്ന് മനസ്സിലായത് മുത്തശ്ശൻ എന്നോട് പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് എനിക്കത് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം അദ്ദേഹത്തിൽ നിന്ന് എനിക്കുണ്ടായത്. ഗ്രാൻഡ്പ ഡിഡ്ന്റ് സേ എനിത്തിങ്. അപ്പോഴും മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ല. ഹി ജസ്റ്റ് ഗേവ് മീ എ പാറ്റ് ഓൺ ദ ഷോൾഡർ ആൻഡ് സ്മൈൽ. എൻ്റെ പുറത്തൊന്ന് തട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ച ശേഷം അദ്ദേഹം ഒന്നും പറയാതെ നിന്നു. ഹി പുൾഡ് ഔട്ട് ദ ക്രംബിൾഡ് റെഡ് ഹാങ്കർചീഫ് ദാറ്റ് ഹി ഓൾവേസ് carried in his back pocket and wiped the sweat off his forehead. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ ബാക്ക് പോക്കറ്റിൽ നിന്നും ഒരു ചുവന്ന കളറിലുള്ള ഹാങ്കർചീഫ് പുറത്തെടുത്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഖത്തുണ്ടായിരുന്ന ആ വിയർപ്പ് തുള്ളികൾ പതിയെ ഒപ്പിയെടുത്തു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, നീ ഇനി വീട്ടിലേക്ക് പോയിട്ട് അവിടെ മുത്തശ്ശിയെ സപ്പർ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് നീ ചോദിക്കുക, അല്ലെങ്കിൽ മുത്തശ്ശിയെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. മുത്തശ്ശൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തമാശ രൂപേണ അദ്ദേഹത്തിനെ നോക്കിയിട്ട് ഒന്ന് പല്ലിടിച്ച് കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോയി. പക്ഷേ അദ്ദേഹം ഒരിക്കലും എന്നെ കളിയാക്കിയില്ല. ആൻഡ് ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക്. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. ആ സമയത്ത് എൻ്റെ വായിൽ ചെറിയൊരു സില്ലി ട്യൂൺ, ഒരു പഴയൊരു പാട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു പാട്ടിൻ്റെ ഒരു ട്യൂൺ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് മൂളിക്കൊണ്ട്, ഒരു മൂളിപ്പാട്ട് മൂളിക്കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോയത്. സോ ഫൈനലി വി ഡൺ വിത്ത് അവർ ലെസൺ. So what kind of a message you are getting, or what kind of a theme actually dealt our writer Martha Salinas through this writing? She was saying that education means it's not a profitable. In any case, we can't buy it with our money. So we have to work hard and we have to get the awards. That means the success. So I hope you guys understood the lesson completely. And we had done this lesson in 2 parts. And the first part I will share that link on this description box.